ബാർ കോഴ ആരോപണത്തിൽ കേസെടുക്കാനാകില്ലെന്ന് ക്രൈംബ്രാഞ്ച്. ബാർ ഉടമകൾ പണം പിരിച്ചത് ബാർ കോഴയ്ക്ക് എന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. ആരും കോഴ നൽകാൻ ആവശ്യപ്പെട്ടില്ല എന്നാണ് ഇടുക്കിയിലെ ബാർ ഉടമകൾ നൽകിയ മൊഴി. ശബ്ദരേഖ ചോർത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ മാത്രം തുടർ നടപടി സ്വീകരിക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്താണോ ബാർ ഉടമകൾ പറഞ്ഞത് അത് അതേപോലെ വിഴുങ്ങുകയാണോ ക്രൈംബ്രാഞ്ചും? ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് അവരുടെ ആദ്യഘട്ട വാദവും അങ്ങനെ തന്നെയായിരുന്നു. അതായത് കേസെടുത്ത് അന്വേഷിക്കുന്നതിന് മുൻപ് ഒരു പ്രാഥമിക അന്വേഷണം. ആ പ്രാഥമിക അന്വേഷണത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഇരട്ടത്താപ്പ് എവിടെയൊക്കെ സംഭവിച്ചു. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള ഈ മലക്കമറിച്ചിലടക്കം നമ്മൾ കണ്ടതാണ്. അതായത് മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവിന് നിർദ്ദേശിച്ചതായിരുന്നു അനിമോന്റെ ആദ്യ ശബ്ദരേഖ. പിന്നാലെ അത് മദ്യനയം അനുകൂലമാക്കാനല്ല, പകരം ഈ തിരുവനന്തപുരത്ത് സംഘടനയ്ക്ക് ഒരു കെട്ടിടവും സ്ഥലവും വാങ്ങാനാണെന്ന് ഈ സംഘടന, ബാർ ഉടമകളുടെ സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വിശദീകരിച്ചു. അതിനുശേഷമാണ് പിന്നാലെ മറ്റൊരു ദിവസം അനിമോന്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുന്നതും അദ്ദേഹം പറഞ്ഞത് താൻ മദ്യനയം അനുകൂലമാക്കാനല്ല, പകരം ഈ വിവാദമൊക്കെ ആയതിന് പിന്നാലെയായിരുന്നു ആ വാർത്താക്കുറിപ്പ് വന്നത്. പകരം ഈ കെട്ടിടം വാങ്ങാൻ തന്നെയാണ് പണപ്പിരിവിന് നിർദ്ദേശിച്ചത് എന്നുള്ളതായിരുന്നു. അതിന് പുള്ളി വൈകാരികമായി ചില കാര്യങ്ങൾ എടുത്തു എന്നൊക്കെ പറയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെയായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ഇക്കാര്യത്തിലെ പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഈ ശബ്ദ സന്ദേശമിട്ട ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശമിട്ട ബാർ ഉടമ അനിമോന്റെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി ഇടുക്കിയിലെത്തി. മാത്രവുമല്ല, ആ വാട്സപ്പ് ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങൾ, ബാർ ഉടമകളായിട്ടുള്ള മറ്റംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. ആ ശബ്ദ സന്ദേശത്തിൽ പണം നൽകിയെന്ന് അനിമോൻ പറയുന്ന മറ്റൊരു ഹോട്ടൽ ഗ്രൂപ്പിന്റെ ഉടമയുടെയും മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ഇവർ മൂന്നും ബാർക്കോഴ, അല്ലെങ്കിൽ ഇവരുടെ എത്രയും പേരുടെയും മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ബാർക്കോഴ നടന്നിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന മൊഴികൾ ലഭിച്ചിട്ടില്ല. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ മറ്റ് മൊഴികൾ രേഖപ്പെടുത്തിയപ്പോഴും ഏതെങ്കിലും തരത്തിൽ ബാർക്കോഴ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല. കൂടാതെ ഇക്കാര്യത്തിൽ കെട്ടിടം വാങ്ങാനാണ് പണപ്പിരിവിന് നിർദ്ദേശിച്ചതെന്ന് വാട്സപ്പ് ഗ്രൂപ്പിലെ മറ്റംഗങ്ങളും മൊഴി നൽകി. ഈ സാഹചര്യത്തിൽ ബാർക്കോഴയിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. അതൊരു റിപ്പോർട്ടായി ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കൈമാറുകയും ചെയ്യും. അതേസമയം അനിമോന്റെ ശബ്ദരേഖ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് ചോർത്തിക്കൊടുത്തിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ വീണ്ടും അന്വേഷണം നടത്താൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലായിരിക്കും അന്വേഷണം നടത്തുക. അപ്പോൾ അതൊരു സർക്കാർ വേർഷൻ എന്ന രീതിയിൽ എന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയുകയുള്ളൂ. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ള മലക്കം മറിച്ചിലടക്കമുള്ള കാര്യങ്ങൾ പലതവണ നമ്മൾ കണ്ടതാണ്. അപ്പോഴും മറ്റു ചില കാര്യങ്ങൾ അവിടെ തെളിവായി അവശേഷിക്കുന്നുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1 ലക്ഷം രൂപയായിരുന്നു ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ അവർ പുറത്തിറക്കിയ പോസ്റ്ററിൽ ഈ ഭൂമിയും കെട്ടിടവും വാങ്ങാൻ വേണ്ടി അവർ നിർദ്ദേശിച്ചിരുന്ന പണം. അതെങ്ങനെ 2.5 ലക്ഷം രൂപയായി അനിമോൻ പറഞ്ഞു, പിന്നെ അതെങ്ങനെ 2.5 ലക്ഷം രൂപയായി മാറി, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ ഒരു കൃത്യമായ മറുപടി വേണം. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പുറത്തുവിട്ട ഒരു തെളിവുണ്ടായിരുന്നു. അത് വാട്സപ്പ് രേഖയായിരുന്നു. അതിനകത്തും ഇത്ര രൂപ പിരിച്ചു 4.5 കോടിയിലധികം രൂപ 1 ലക്ഷം രൂപ വീതം ഓരോരുത്തരിൽ നിന്നും കളക്ട് ചെയ്തു, അതിന്റെ കണക്കായിരുന്നു. അപ്പോൾ എങ്ങനെ 1 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപയായി മാറി എന്നതിലൊന്നും കൃത്യമായ ഉത്തരം ഇപ്പോഴുമില്ല. പക്ഷെ അപ്പോഴും ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാവില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത്. വേണോ ഷഫീദ്, ഇടുക്കിയിൽ ഒരാൾ 2.5 ലക്ഷം കൊടുത്തിട്ടുണ്ട് എന്ന് ആ ശബ്ദരേഖയിൽ അനിമോൻ പറയുന്നുണ്ടായിരുന്നല്ലോ. അയാളുടെ മൊഴിയും എടുത്തല്ലോ ഈ അന്വേഷണ സംഘം. അതിൽ നിന്നറിയാൻ കഴിയുന്നത് എന്താണ്? അക്കാര്യത്തിലും പറഞ്ഞതായി സ്പൈസ് ഗ്രൂ ഉടമയായിരുന്നു. അദ്ദേഹത്തിന്റെ മൊഴി കഴിഞ്ഞ ദിവസം ഇടുക്കി അണക്കരയിൽ വെച്ച് ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തി. അതിലും പറയുന്നത് ബാർക്കോഴയ്ക്കല്ല കെട്ടിട നിർമ്മാണം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ക്രൈംബ്രാഞ്ചിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ മൊഴികളിലും പറഞ്ഞിരിക്കുന്നത് ഇത് മദ്യനയം അനുകൂലമാക്കാനൊന്നുമല്ല, പകരം തിരുവനന്തപുരത്ത് ഈ കെട്ടിടം വാങ്ങാനാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അങ്ങനെയുള്ള മൊഴികളാണ് ക്രൈംബ്രാഞ്ചിന് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. വേണോ അല്ല, അയാൾ ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത് 1 പൈസയും കൊടുത്തിട്ടില്ല ഈ കാര്യത്തിനെന്നാണ്. നിലവിലിപ്പോൾ അദ്ദേഹത്തിന്റെ മൊഴി നമുക്ക് നിലവിൽ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം നൽകിയ മൊഴിയിൽ ഈ സാധാരണ എല്ലാ രീതിയിലും കൊടുത്തതുപോലെ തന്നെ അത്തരം ഇത് കൊടുത്തതായി അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ വിശദമായ മൊഴിയെടുപ്പിലേക്കൊന്നും കടന്നിട്ടില്ല എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. വേണോ ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. CMRL എക്സാലോജിക് ഇടപാടിലെ വിദേശ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഉപഹർജി ഫയൽ ചെയ്തു. അബുദാബിയിലെ ഒരു അക്കൗണ്ടിൽ നിക്ഷേപമായി കോടികൾ എത്തിയെന്ന് ഉപഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. SNC ലാവലിൻ PwC കമ്പനികളും ഈ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു എന്നാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ EDക്കും SFIOയ്ക്കും കൈമാറിയെന്ന് ഷോൺ പറഞ്ഞു. വിഷയത്തിൽ രാവിലെ 11:30 ഷോൺ ജോർജ് വാർത്താസമ്മേളനം നടത്തും. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് ഷോൺ
പറയുന്ന പുതിയ കാര്യങ്ങൾ? വേണു, ഈ CMRL എക്സാലോജിക് ഇടപാട് തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും സജീവമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഹൈക്കോടതിയിൽ നാളെ ഈ ഷോൺ ജോർജ് നൽകിയ കേസ് പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അതിന് തൊട്ടു മുന്നോടിയായി ഷോൺ ജോർജ് തന്നെ ഇന്നിപ്പോൾ ഒരു ഉപഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഹൈക്കോടതി മുൻപാകെ. ഈ ഉപഹർജിയിലെ ആരോപണങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതിൽ പറയുന്ന കാര്യം വിദേശ ഫണ്ടുകൾ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണം എന്നുള്ളതാണ്. ഈ CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട്, അതായത് അബുദാബിയിലെ ഒരു അക്കൗണ്ടിൽ നിക്ഷേപമായി കോടികൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഉപഹർജിയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. തന്റെ പക്കൽ അതിനുള്ള തെളിവുകളുണ്ട് എന്നുകൂടി ഷോൺ ജോർജ് ഈ ഉപഹർജിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. SNC ലാവ്ലിൻ, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് തുടങ്ങിയ കമ്പനികളും ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചെന്ന് ഹർജിക്കാരൻ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം മാധ്യമങ്ങളോട് അറിയിക്കും എന്നും ഷോൺ ജോർജ് പറയുകയും ചെയ്യുന്നു. EDക്കും SFIOയ്ക്കും ഈ രേഖകൾ കൈമാറിയിട്ടുണ്ടെന്നും നിലവിൽ ഷോൺ ജോർജ് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വാർത്താ സമ്മേളനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഷോൺ ജോർജ് പുറത്തുവിടുമോ എന്നുള്ളത് കണ്ടറിയണം. ഹൈക്കോടതി നാളെയാണ് ഈ കേസെടുക്കാൻ പോകുന്നത്. ഇനി ഇതിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ EDയും SFIOയും അത് ഗൗരവമായി എടുത്തിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി ഏതെങ്കിലും തരത്തിൽ അതിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയാണെങ്കിൽ ഇതൊരു വലിയ സംഭവമായി മാറും, രാഷ്ട്രീയ പ്രാധാന്യമുള്ള സംഭവമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന എല്ലാ ഇടപാടുകളിലും, സാമ്പത്തിക ഇടപാടുകളിലും ഈ അക്കൗണ്ട്, അബുദാബിയിലെ ഈ അക്കൗണ്ടിന് ഒരു ഇടപാടുണ്ട് എന്നുള്ളതാണ് ഷോൺ ജോർജ് പറയുന്നത്. എത്രത്തോളം ശരി എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ അറിയാം. EDയുടെയും SFIOയും ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തുന്നെങ്കിൽ ആ ഘട്ടത്തിലും അറിയാം. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.